ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സഭ ഇന്ന് മിഷൻ ഞായറായിട്ട് ആചരിക്കുകയാണ്. ഈ നല്ല ദിവസത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം എല്ലാവർക്കും നേരുന്നു. കാരണം നമ്മളെല്ലാവരും സ്വഭാവത്താലെ മാമോദിസ എന്ന കുദാശ സ്വീകരിച്ചത് കൊണ്ട് തന്നെ നമ്മളെല്ലാം മിഷണറിമാരാണ്. ഈ ലോകത്തിൽ ഈശോയെ പ്രഘോഷിക്കുവാനായിട്ടുള്ള ദൗത്യവും വരവും ലഭിച്ചവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ഈ മിഷൻ ഞായർ നമുക്ക് ഏറ്റവും സമുചിതമായിട്ട് ഓർക്കാനായിട്ടെന്ന് പരിശ്രമിക്കാം. ഈ മിഷൻ ഞായറിൽ ഈ വർഷത്തെ ചിന്തയായിട്ട് പാപ്പ നമുക്ക് നൽകിയിരിക്കുന്നത് എല്ലാ ജനതകൾക്കുമിടയിൽ പ്രത്യാശയുടെ മിഷണറിമാരായിട്ട് മാറുക എന്നുള്ളതാണ്. പ്രത്യാശയുടെ മിഷണറിമാരായിട്ട് മാറുക. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് പാപ്പ പറയുന്നത് പ്രത്യാശയുടെ ഒരനുഭവത്തിലേക്ക് നമ്മളൊക്കെ കടന്നു വരണം. എന്താണ് ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്നവന്റെ പ്രത്യാശ? ജീവിതത്തിൽ സുഭിക്ഷതകൾ നൽകാമെന്നുള്ളതല്ല അവന്റെ പ്രത്യാശ. സുരക്ഷിതത്വം നൽകാം എന്നുള്ളതാണ് അവന്റെ വാഗ്ദാനം. നമ്മളിന്ന് വായിച്ചു കേട്ടു, ഈശോ ശിഷ്യന്മാരെ അയക്കുകയാണ്. അവരോടവൻ പറയുന്നത് സുഭിക്ഷതയുടെ, സമൃദ്ധിയുടെ ഒരു ഓർമ്മപ്പെടുത്തലല്ല. നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒന്നും കരുതണ്ടെന്നൊക്കെയാണ് പറയുന്നത്. രണ്ടുടുപ്പ് മുതലും വേണ്ട, കയ്യിൽ സഞ്ചി വേണ്ട, കരുതാതെ പോവുക. കാരണം കർത്താവാണ് നിന്നെ കാക്കുന്നത്. നീ കരുതാതെ പോകുമ്പോൾ കാക്കുന്നൊരു കർത്താവുണ്ടെന്നുള്ളതാണ് ജീവിതത്തിന്റെ പ്രത്യാശ. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കരുതി വെക്കുമ്പോൾ കാത്തുപരിപാലിക്കുന്ന കർത്താവിനെ നമ്മൾ മറന്നു പോവുകയാണ്. അവിടെയാണ് ഒരുവന്റെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത്. ദൈവം പഴയ നിയമത്തിൽ തൻ്റെ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്നുണ്ട്. ഈ കാനാനിലേക്കുള്ള യാത്ര എന്ന് പറയുന്നതിൽ മരുഭൂമിയിലൂടെ കടന്നു പോകണം. ചെങ്കടല് കടന്നു വേണം പോകുവാനായിട്ട്. കടന്നു പോകുന്ന ദേശത്തിലെ ജനതകളിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ സഹിച്ചു വേണം കടന്നു പോകാനായിട്ട്. ഇങ്ങനെയൊരു യാത്രയ്ക്കൊടുവിലാണ് ഒരാൾ കാനാൻ ദേശം എന്ന മനോഹരമായിടത്തിലേക്ക് എത്തുന്നത്. കാനാൻ എന്ന പ്രത്യാശയുടെ നാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അനിവാര്യമായൊരു ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. കടന്നു പോകേണ്ട കുറെ സങ്കടങ്ങളൊക്കെ. ശിഷ്യന്മാരെ വിളിക്കുമ്പോഴും ഈശോ കൊടുക്കുന്ന ഒരൊറ്റുറപ്പ് ഇതാണ്: ലോകം നിങ്ങളെ വെറുക്കും. ഈ ഭൂമിയിൽ ഈശോ എന്ന നേതാവിനും മാത്രമാണ് അണികളെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാൻ പറ്റിയത്. ബാക്കി നേതാക്കന്മാരൊക്കെ വിളിക്കുമ്പോൾ എന്താ പറയുന്നത്? എൻ്റെ കൂടെ കൂടിയാൽ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും സമ്പത്തും സമൃദ്ധിയൊക്കെ തരാം. ഈശോ വിളിച്ചപ്പോൾ ഒറ്റ വാഗ്ദാനം കൊടുത്തു: ലോകം നിങ്ങളെ വെറുക്കും. ധൈര്യമുണ്ടെങ്കിൽ കുരിശമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ കൂടെ നടന്നു പോന്നാൽ മതി. ഇതാണ് ക്രിസ്തുവെന്ന രക്ഷകന്റെ, വിമോചകന്റെ വിളിയുടെ ഉൾവിളി എന്ന് പറയുന്നത്. അവന് വാഗ്ദാനങ്ങളൊന്നുമില്ല. ഒറ്റ വാഗ്ദാനം, ഒറ്റുറപ്പം മാത്രമേ ഉള്ളൂ: കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. ലോകം നിങ്ങളെ വെറുക്കും. ഈ വെറുപ്പിന്റെ ലോകത്തിലൂടെ കടന്നു പോകാനുള്ള വിളിയാണ് അടിസ്ഥാനപരമായിട്ടൊരു ക്രൈസ്തവന്റെ നിയോഗമെന്ന് പറയും. നമ്മുടെയൊക്കെ ശിരോലിഖിതം അതാണ്, തലയിൽ വരയ്ക്കപ്പെട്ട വരയതാണ്. മറന്നു പോകരുത്. ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അതേതൊക്കെ കാരണങ്ങൾക്ക് പേരിലാകാം, അല്ലെങ്കിൽ
ചുറ്റുപാടുമുള്ള മനുഷ്യർ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും വേട്ടയാടാനായിട്ട്, അവിടെ വെറുക്കപ്പെടുവാനായിട്ടും. ലോകം നിങ്ങളെ വെറുക്കുമെന്ന് പറഞ്ഞവനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം യഥാർത്ഥത്തിൽ ഒരു സ്വർഗീയ യാത്രയായിട്ട് മാറുന്നത്. എവിടെയാണ് നമ്മൾക്കൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് മാത്രം അവനിൽ പ്രത്യാശ വെച്ചാൽ നമ്മൾ നിരാശരായിട്ട് മാറും. ഈ സെമിത്തേരിയുടെ 6 അടി മണ്ണിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യം എന്നെയും നിങ്ങളെയും ഭരിക്കാൻ തുടങ്ങുമ്പോൾ ആ നിമിഷം മുതൽ ഞാനും നിങ്ങളും പ്രത്യാശയുടെ മനുഷ്യരായിട്ട് മാറുകയാണ്. ഈ സെമിത്തേരിക്കപ്പുറത്തൊരു ജീവിതമുണ്ട്, ഈ 6 അടി മണ്ണിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്നുള്ള ആ പ്രത്യാശ നമ്മളെ നയിക്കണം. അതാണ് വചനം പറയുന്നത്, അവനാണ് നമ്മളുടെ പ്രത്യാശ. അവനാണ് നമ്മളുടെ പ്രത്യാശ. അവനിൽ പ്രത്യാശ അർപ്പിച്ചു കൊണ്ടുപോകുവാൻ കഴിയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും നല്ല പ്രേക്ഷിതരായിട്ട് മാറുകയാണ്. നമ്മുടെയൊക്കെ വിളിയതാണ്, ജീവിക്കുന്ന ഇടങ്ങളിൽ നല്ല പ്രേക്ഷിതരായിട്ട് മാറാൻ കഴിയുന്നുണ്ടോ? നമ്മളായിരിക്കുന്ന കൊച്ചു കുടുംബത്തിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ അല്പം കൂടെ പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് മിഷണറിമാരായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഒരു വൈദികൻ പങ്കുവച്ച ഒരു കുഞ്ഞനുഭവമുണ്ട്. അദ്ദേഹം പട്ടം കിട്ടി 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരിടത്തിലേക്ക് മാറ്റുകയാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. മറ്റ് ഡയറക്ടർ അച്ഛനും അവിടെയുണ്ട്. അച്ഛൻ ചെന്ന് 1-2 ആഴ്ചകളെ ആയുള്ളൂ. അപ്പോൾ അത്യാവശ്യമായിട്ട് ഡയറക്ടർ അച്ഛന് കുറച്ച് ദിവസങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണം. ഈ അച്ഛൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളെങ്കിലും എല്ലാം ഏൽപ്പിച്ചിട്ട് ഡയറക്ടർ അച്ഛന് യാത്ര പോയി. അച്ഛൻ പോയതിൻ്റെ അന്ന് വൈകുന്നേരം അവിടെ ആ മാനസികാരോഗ്യത്തിലുള്ള ഒരാൾ, ഒരു 30 വയസ്സ് പ്രായമേ ഉള്ളൂ, മിടുക്കനാണ്, പഠിച്ച് അറിവ് കൂടി അല്പം അറിവുകേടായതുപോലെയാണ്. പിന്നെ വല്ലാതെ സംസാരിക്കുന്ന പ്രകൃതമുണ്ട്. അത്താഴമൊക്കെ കഴിഞ്ഞ് അച്ഛനിങ്ങനെ അല്പം പേടിയോടെയൊക്കെ മുറിയിരിക്കുമ്പോൾ വാതിക്കെ വന്ന് ആരോ കൊട്ടുന്നു. അച്ഛൻ വാതിൽ തുറന്നു. അപ്പം ഇവൻ കയറിങ്ങി വരികയാണ്. കസേരയിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. വളരെ നേരം സംസാരിച്ചു. അച്ഛൻ ഉറക്കം വന്നപ്പോൾ ഒരു 9:30 ആയപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ പോയി കിടന്ന് ഉറങ്ങിക്കുമെന്ന് പറഞ്ഞ് താഴത്തോണ്ടാക്കി. അച്ഛൻ തിരിച്ച് മുറി വന്ന് കയറി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും കൊട്ടുന്നു. തുറന്നപ്പോൾ ഇതേ ആള് തന്നെ. അവൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഉറക്കം വരും, നമുക്ക് അല്പം കൂടെ സംസാരിക്കാം. അച്ഛൻ കുറേ കൂടെ നേരം ഇരുന്ന് കൊടുത്തു, സംസാരിച്ചു. എന്നിട്ട് പിന്നെ വീണ്ടും കൊണ്ടാക്കി. അച്ഛൻ ഉറങ്ങാനൊക്കെ തുടങ്ങുമ്പോൾ മുറിയുടെ വാതിക്കൽ 3-ാം തവണ കൊട്ടുകയാണ്. അച്ഛൻ ചെന്ന് നോക്കുമ്പോൾ ഇതേ ചെറുപ്പക്കാരൻ തന്നെ. ഇത്തവണ വന്നിരിക്കുന്നത് കയ്യിലൊരു തലയണയും ഒരു ബെഡ്ഷീറ്റൊക്കെ ആയിട്ടാണ്. അച്ഛൻ ചോദിച്ചു, എന്താ ഈ വരവൻ്റെ ഉദ്ദേശം? പറഞ്ഞു, അച്ഛാ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാനിന്ന് അച്ഛൻ്റെ മുറിയുടെ വാതിക്കലെ വരാന്തേ കിടന്നുറങ്ങിക്കോളാം. അച്ഛൻ എന്നെ അനുവദിച്ചാൽ. അച്ഛൻ ആകപ്പാടെ പേടിയ കാരണം ഈ സ്ഥിരബോധമില്ലാത്ത ഈ ചെറുപ്പക്കാരനെ അവിടെ കിടത്തുറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? മറ്റാരും അവിടെ ഇല്ല, സ്ഥാപനത്തിലെ ജോലിക്കാർ മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു, വേണ്ട നീ മുറിപ്പേ കിടന്നു. അവൻ എന്ത് ചെയ്തിട്ട് സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ വരാന്തേ കിടന്നുറങ്ങിക്കോളാം. അച്ഛൻ്റെ ഒരു കൊച്ചു കാര്യം ചെയ്താൽ മതി. അച്ഛൻ ഉറങ്ങുമ്പോൾ അച്ഛൻ്റെ മുറിയുടെ ആ വാതിൽ ഒരല്പം ഒന്ന് തുറന്നിട്ടാൽ മതി. ഇവൻ്റെ നിർബന്ധം വല്ലാതാകുമ്പോൾ പേടിയോടുകൂടെ അച്ഛൻ ആ വാതിൽ അല്പം തുറന്നിട്ട് അകത്ത് കിടന്നുറങ്ങുകയാണ്. അച്ഛനെ രാത്രിയിൽ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് അടുത്തൊരു കോൺവെൻറ്റിൽ കുർബാനയ്ക്ക് പോകണം. അച്ഛൻ 6:30 മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവൻ്റെ ആ മുറിയുടെ വാതിക്കൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുകയാണ്. അച്ഛൻ അവനെ വിളിച്ചില്ല. കുർബാനയ്ക്ക് പോയി താഴെ ചെന്ന് സ്റ്റാഫിനോട് പറഞ്ഞു, അവനവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ കുർബാന കഴിഞ്ഞ് ഒരു 7:45 തിരിച്ചു വരുമ്പോഴും ഇവൻ അവിടെ കിടന്നുറങ്ങുകയാണ്. അച്ഛന് പേടിയായി. ഓടിച്ചെന്ന് കുട്ടി വിളിച്ചു എഴുന്നേക്കാൻ പറഞ്ഞു.
എഴുന്നേറ്റ് വരുന്ന ഇവൻ പുതപ്പൊക്കെ മാറ്റി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിങ്ങനെ കൈയൊക്കെ വിരിച്ചു പിടിച്ച് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി. അച്ഛൻ ആ വാതിൽ തുറന്നിട്ടുണ്ടെന്നൊരു ഓർമ്മ അതെന്നെ സ്വസ്ഥമായിട്ടുറക്കി. ഒരാൾ തനിക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നൊരു ഓർമ്മ ബുദ്ധിയിൽ വൈകല്യം വന്നൊരാൾക്ക് സ്വസ്ഥമായി ഉറങ്ങാനിടയായി. ഇതാണ് പ്രത്യാശ. നമുക്ക് സാധിക്കട്ടെ ഈ മിഷൻ ഞായറിൽ നമുക്ക് സാധിക്കട്ടെ മറ്റൊരാളുടെ ജീവിതത്തിൽ തുറന്നിട്ട ഹൃദയത്തിൽ, തുറന്നിട്ട മനസ്സിൻ്റെ ഓർമ്മകളിൽ മറ്റുള്ളവർ അല്പം കൂടെ ശാന്തമായിട്ട് ജീവിക്കുമ്പോൾ ഈ ദിനം നമുക്ക് അനുഗ്രഹീതമാകും. ഒരിക്കൽ കൂടെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.